നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒന്നും പറയാനില്ല. അക്ഷരാർത്ഥത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച പെർഫോമൻസാണ് ആഴ്സണൽ പുറത്തെടുത്തിരിക്കുന്നത്. കാർഡിഫിൽ നടന്ന കമ്മ്യൂണിറ്റി ഷീൽഡ് പോരാട്ടം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ആഴ്സണൽ വിജയിക്കുമ്പോൾ സിറ്റി ഒട്ടും ഈ മത്സരത്തിന് പൂർണ്ണ സജ്ജരായിരുന്നില്ല എന്നുള്ളത് സുവ്യക്തമാണ്. കളിയിൽ ആഴ്സണൽ തുടക്കം മുതൽ തന്നെ ആധിപത്യം പുലർത്തി. ആദ്യ മിനിറ്റിൽ തന്നെ കലാഫിയോറിയിലൂടെ അവർ ലീഡെടുത്തു. പിന്നെ കായ് ഹവേർട്സിൻ്റെ ഗോള്, അതിനുശേഷം ഒഡേഗാർഡിൻ്റെ ഗോള് കൂടി വന്നപ്പോൾ പൂർണ്ണമായിട്ടും സിറ്റി അങ്ങ് തകർന്നടിയുകയായിരുന്നു. മത്സരത്തിൽ ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മഡൂക്കും കായ് ഹവേർട്സും സോലിസുമാണ് ആദ്യ 11-ൽ ഒരുമിച്ചിറങ്ങിയത്. മറുഭാഗത്ത് ഏർലിംഗ് ഹാലൻഡിൻ്റെ മുന്നിൽ നിർത്തി സെമന്യോ, ഫിൽ ഫോഡൻ, ജെർമി ഡോക്കു എന്നിവരെയൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് എൻസോ മരേസ്ക തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. പക്ഷേ കളിയുടെ ആദ്യ സെക്കൻഡുകളിൽ തന്നെ ആഴ്സണൽ ലീഡെടുക്കുന്ന കാഴ്ച, ലൂയിസ് കെല്ലി കൊടുത്ത ആ ഒരു പാസ്, വാവ്, അത് സൂപ്പർ ടോപ്പ് ക്ലാസ് പാസ്സായിരുന്നു. ഡിഫൻഡർമാർക്കിടയിലൂടെ അദ്ദേഹം കൊടുത്ത പാസ് അത് കൃത്യമായിട്ട് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് കലാഫിയോഴി ആഴ്സണലിന് ലീഡ് നേടിക്കൊടുത്തു. ഗോൾ മടക്കാനുള്ള സിറ്റിയുടെ ശ്രമങ്ങളൊന്നും വേണ്ട വിധത്തിൽ ബലവത്തായിരുന്നു. മാത്രമല്ല സിറ്റിക്കൊരു എനർജി എവിടെയൊക്കെയോ മിസ്സിങ് ആണ് എന്നുള്ളത് വളരെ കൃത്യമായിരുന്നു. അതിനിടക്കാണ് കായ് ഹവേർട്സിൻ്റെ ഗോൾ പിറക്കുന്നത്. സോലിസിൻ്റെ ബോളിൽ നിന്നാണ് ബോളാണ് ഒടുവിൽ ഹവേർട്സ് ഗോളാക്കി വേണ്ടത് എന്ന് പറഞ്ഞാൽ ഫ്രീ ഹെഡർ. ശരിക്കും പറഞ്ഞാൽ അതിലൊരു പ്രസ്സിങ് പോലും ആഴ്സണലിൻ്റെ താരങ്ങൾക്ക് നേരെ സിറ്റി ഡിഫൻസ് നടത്തുന്നുണ്ടായിരുന്നില്ല. വളരെ കൂളായിട്ട് ഒരു ഹെഡർ, ആ ഹെഡർ വരുമ്പോൾ എന്താ അത് ശരിക്കും പറഞ്ഞാൽ ഡൊണ്ണാരുമൊക്കെ തടയാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹത്തും ഉണ്ട് ബോള് വലയിലേക്ക് കടക്കുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും അതിൽ ഡൊണ്ണാരുമയുടെ മിസ്റ്റേക്ക് വളരെ പ്രകടമാണ്. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ആഴ്സണൽ ലീഡിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിറ്റി ചിത്രത്തിലില്ല എന്ന് പറയേണ്ടി വരും. നിങ്ങൾ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ വ്യത്യസ്തമായിട്ട് തോന്നാം. പക്ഷേ നിങ്ങൾ നോക്കണം, അബ്ദുൽ ഖാദർ കുഷാനോവ് റൈറ്റ് ബാക്കായിട്ട് അദ്ദേഹം ശരിക്കും ക്ലൂലെസ് ആയിരുന്നു. അദ്ദേഹത്തെ ശരിക്കും സെൻറ്റർ ബാക്കായിട്ട് ഇടുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ വലിക്കണമായിരുന്നു. ആദ്യ ഗോളിൽ അദ്ദേഹം സ്വിച്ച് ഓഫ് ആയി പോയി. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗോൾ വീഴുന്നത്. അതുപോലെ തന്നെ ഡോക്കു അപ് ടു ദി മാർക്കായിരുന്നു. കൊവാസിച്ച് മധ്യനിരയിൽ എന്താണ് കൊവാസിച്ച് കാണിക്കുന്നത്? അബ്സല്യൂട്ട്ലി പുവർ ആയിരുന്നു. അതുപോലെ തന്നെയാണ് അബ്സല്യൂട്ട്ലി പുവർ പെർഫോമൻസ് ആണ് ഡൊണ്ണാരുമയുടെ ഭാഗത്ത് വന്നത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നമ്മൾ വീണ്ടും കണ്ടു. രണ്ടാം പകുതിയിൽ ഡോക്കുവിനെ വലിച്ച് ഗ്രീലിഷിനെ കളിക്കളത്തിലേക്ക് വിട്ടു. അതുപോലെ തന്നെ ബ്രൂണോ ഗുയ്മാരസിന് പകരം ഡെക്ലാൻ റൈസിനെ ആഴ്സണൽ കളിക്കളത്തിലേക്ക് വിടുന്നു. 48-ാമത്തെ മിനിറ്റിൽ തന്നെ ഒഡേഗാർഡിൻ്റെ ഗോള്. ആ ഗോള് എന്താണ് ഡൊണ്ണാരുമ കാണിക്കുന്നത്? ആ ഷോട്ടിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ വീണ് കഴിഞ്ഞിരുന്നു. വളരെ കൂളായിട്ട് മറുവശത്തുകൂടെ സിംപ്ലി വലയിലേക്ക് അങ്ങ് പാസ് ചെയ്ത് ഉരുട്ടി വിടുകയാണ് അവിടെ ഒഡേഗാർഡ് ചെയ്തത്. 3-0. ഇതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വളരെ വളരെ കുറഞ്ഞ ചില അവസരങ്ങൾ സിറ്റിക്ക് ലഭിച്ചിട്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതൊന്നും റയെ മറികടക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല ഹാലൻഡിൻ്റെ ഒരു ഷോട്ട്. അങ്ങനെയൊക്കെ വളരെ കുറഞ്ഞെണ്ണം മാത്രമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 53-ാമത്തെ മിനിറ്റിൽ ഹാലൻഡിനെ പിൻവലിച്ച് ഒമർ മർമൂഷിനെ കളിക്കളത്തിലേക്ക് വിടുകയും ചെയ്തു. പിന്നെ ഗുയി വന്നു, നിക്കോ റീലിയെ പിൻവലിച്ച് ഗുയിയെ കളിക്കളത്തിലേക്ക് വിട്ടു. ആൻഡേഴ്സൺ ആയിരുന്നു സിറ്റിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പിൻവലിച്ച് റിക്കോ ലൂയിസിനെ വിടുന്നു. ഫോർഡനെ പിൻവലിച്ച് ചെർക്കിയെ വിടുന്നു. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നില്ലെന്നേ. മറുഭാഗത്ത് ഹിൻകപ്പി വന്നു, മൊഡേക്കിന് പകരം സാക്ക വന്നു. സാക്കക്കൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നേ. 75-ാമത്തെ മിനിറ്റിൽ ഹാവേർട്സിന് പകരം ഗ്യോക്കറസും കളിക്കളത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത്. കളിയിൽ വീണ്ടും അവസരങ്ങൾ ഒരു പക്ഷേ ആഴ്സണലിന് ലഭിച്ചിരുന്നു. സാക്കക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. മറുഭാഗത്ത് നമുക്ക് എടുത്തു പറയാൻ എന്താ ഉള്ളത്? ഒരു സെമന്യോയുടെ ഒരു ഷോട്ട്, അത് പറയണം. സെമന്യോയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അതും റയ കിടലായിട്ട് തടഞ്ഞിട്ടു. ചുരുക്കി പറഞ്ഞാൽ ഒപ്പം എത്താത്ത പോലെ പെപ് ഗാർഡിയോള പോയി. ഇനിയിപ്പോൾ എൻസോ മരസ്കയ്ക്ക് അവിടെ കാലുറപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം എത്താത്ത പോലെ സിറ്റി. അതാണ് കളി മുഴുവൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ കൃത്യമായ ഡൊമിനേഷൻ ആഴ്സണൽ കാണിച്ചിരുന്നു. ഏകപക്ഷീയമായ 3 ഗോളിന് ആഴ്സണൽ വിജയിച്ച് കയറിക്കൊണ്ട് കിരീടം ഇതാ ഉയർത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.